നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ വാർ റൂം വലിയ തോതിൽ BJP അസ്വസ്ഥമാക്കുന്നുണ്ട്. സുനിൽ കനഗോലു നേതൃത്വം നൽകുന്ന വാർ റൂം ഡൽഹിയിൽ തുറന്ന നാൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് തയ്യാറാവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് പരാജിതരായി. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത് തെലങ്കാനയിൽ മാത്രമാണ്. തെലങ്കാനയിൽ സുനിൽ കനഗോലു നടപ്പിലാക്കിയ ചില മാറ്റങ്ങൾ അവിടെ കോൺഗ്രസിന് വലിയ തോതിൽ വിജയകരമായ റിസൾട്ട് ഉണ്ടാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അത് രേവന്ത് റെഡ്ഡിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡി MP ആയിരിക്കുന്ന അവിടുത്തെ ഓഫീസ്, ഡൽഹിയിലെ ഓഫീസാണ് സുനിൽ കനഗോലുവിനും ടീമിനും വേണ്ടി വാർ റൂമിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. നിലവിൽ രേവന്ത് റെഡ്ഡിയുടെ MP കാലാവധി ഉൾപ്പെടെയുള്ളത് അവസാനിച്ചെങ്കിലും ആ മുറി കൃത്യമായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സുനിൽ കനഗോലുവിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ചരിത്രമുറങ്ങുന്ന ഡൽഹിയിൽ കോൺഗ്രസ് ഒരു വലിയ രീതിയിലുള്ള പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് 260ഓളം സീറ്റുകളിൽ മത്സരിക്കുകയും ബാക്കിയുള്ള സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കക്ഷികളെ, അതായത് കൂട്ടുകക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചരിത്ര മുന്നേറ്റം നടത്താനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, മധ്യപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടി, രാജസ്ഥാനിൽ മറ്റുള്ള പ്രാദേശിക പാർട്ടികളുടെ കൂടി സഹായം, ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും വലിയ സംസ്ഥാനങ്ങളിൽ സഖ്യം ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് കോൺഗ്രസിനോട് പല കോണുകളിൽ നിന്നും വന്നിരിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ കൃത്യമായും നമുക്കറിയാവുന്ന കാര്യമാണ്, തെലങ്കാനയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് പോരാട്ട വീര്യം നടത്താൻ കെൽപ്പുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ TDPയുമായിട്ടുള്ള സഖ്യം, പശ്ചിമ ബംഗാളിൽ ഇടതുമുന്നണിയുമായിട്ടുള്ള സഖ്യം എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. ബീഹാറിൽ RJDയുമായിട്ടുള്ള സഖ്യമാണ്. അവിടെ JDU വലിയ തോതിൽ BJPയോട് കൂറ് പുലർത്തുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അതിനെ പുറന്തള്ളുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. RJDയും കോൺഗ്രസും വളരെ അഭേദ്യമായ ബന്ധമാണ് ചരിത്രം നോക്കിയാൽ നമുക്കറിയാവുന്നത്. അതുകൊണ്ട് തന്നെ RJDയെ വിശ്വസിച്ച് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും പഞ്ചാബിൽ അവരുമായി സീറ്റ് ഷെയറിങ്ങും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. ഡൽഹിയിൽ 7-ൽ 3 കോൺഗ്രസും 4 ആം ആദ്മി പാർട്ടിയും എന്ന രീതിയിലേക്ക് സഖ്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ദേശീയ തലത്തിൽ സഖ്യം ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകുന്ന ഈ അന്തരീക്ഷത്തിൽ എല്ലാ രീതിയിലും സഖ്യമുണ്ടാക്കി വിജയിക്കാൻ വേണ്ടിയുള്ള BJPയുടെ മൂന്നാമതുള്ള വിജയത്തെ തടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ കനഗോലുവിൻ്റെ നേതൃത്വത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ.